ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ വെള്ളം ഫിൽറ്റർ ആയിട്ടുള്ള പോയിക്കൊണ്ടിരുന്ന വെള്ളത്തിന്റെ ചെളി അതുപോലെ അയേണൊക്കെ ഈ ടാങ്കിൽ അടഞ്ഞു കൂടിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, ബാക്ക് വാഷ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപോൾട്ട് വാൽവ്, ഇത് മൾട്ടിപോൾട്ട് വാൽവ് എന്ന് പറയാം. ഇതാണ് നമ്മൾ തിരിക്കേണ്ട ലിവർ. ഇതിന് 3 ഓപ്ഷൻ ഉണ്ട്: ഫിൽറ്റർ, റിൻസ്, ബാക്ക് വാഷ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ 1, ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ 2, റിൻസ് എന്ന് പറഞ്ഞാൽ 3. ഈ 3 ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഫിൽറ്റർ എന്നുള്ള 1 എന്നുള്ള ഓപ്ഷനിൽ ഇട്ടാൽ മാത്രമാണ് വെള്ളം ഫിൽറ്റർ ചെയ്ത് ടാപ്പുകളിലേക്ക് പോകുള്ളൂ. 2 എന്നുള്ള ഓപ്ഷനിൽ ഇട്ടാൽ ഇതിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ചെളി, അയൺ ഇതെല്ലാം ഡ്രൈനേജ് വഴി പുറത്തേക്ക് കഴുകി കളയുന്ന രീതിയാണ്. അപ്പോൾ 2 എന്നുള്ള ഓപ്ഷനിൽ ഇടുമ്പോൾ ഈ താഴത്തുനിന്ന് വെള്ളം മുകളിലേക്ക് വന്ന് ഇതിലിട്ടുള്ള മീഡിയയിലുള്ള ചെടികൾ, അയണുകൾ ഇതെല്ലാം കഴുകി ഈ ഡ്രൈനേജ് വഴി പുറത്തേക്ക് പോകും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഓക്കെ. ഈ 3 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിൻസ്. നമ്മൾ ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന മീഡിയ എല്ലാം ഒന്ന് മുകളിലേക്ക് പൊന്തി ഒന്ന് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ വരും. അതിന് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് ഈ റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ റിൻസ് എന്ന ഓപ്ഷൻ ഇടുമ്പോൾ എങ്ങനെയാണോ ഫിൽറ്റർ ആവുന്നത് അതുപോലെ തന്നെയാണ് അതിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. മുകളിൽ നിന്ന് താഴത്തേക്കാണ് പോകുന്നത്. ഫിൽറ്റർ ചെയ്യുമ്പോഴും മുകളിൽ നിന്ന് താഴത്തേക്കാണ് പോകുക. എന്നിട്ട് അടിയിലത്തെ സ്റ്റെയിനർ വഴി വെള്ളം ഉള്ളിലേക്ക് പോയിട്ടാണ് അപ്പുറത്തെ ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ഓപ്ഷൻ റിൻസ് എന്ന് പറയുന്ന സാധനം ഇടുമ്പോൾ എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന മീഡിയ ഒക്കെ സെറ്റിൽഡായി ആ സെറ്റിലാവുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയണോ ടെർബിലിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഈ ബാക്ക് വാഷ് ചെയ്യുന്ന അതേ ലൈനിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ 1, 2, 3. 1 ഫിൽറ്റർ, 2 ബാക്ക് വാഷ്, 3 റിൻസ്. ഈ 3 ഓപ്ഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ബാക്ക് വാഷ് ചെയ്യണേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് മൾട്ടിപോൾട്ട് വാൽവിന്റെ ലിവർ എന്ന് പറയും. ഇത് ഒരിക്കലും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കരുത്. ഇത് എപ്പോഴും തിരിക്കേണ്ടത് ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ഈ ബാക്ക് വാഷ് ചെയ്യണം. ഒരിക്കലും ഈ വെള്ളത്തിൻ്റെ പ്രഷറുള്ള സമയത്ത് നമ്മൾ ഈ ലിവർ തിരിക്കരുത്. പ്രഷർ റിലീസ് ചെയ്യണം. ഇപ്പോൾ മോട്ടറിൻ്റെ പ്രഷർ, ഈ മോട്ടറിൻ്റെ ആയാലും ഗ്രാവിറ്റിയുടെ പ്രഷർ ഈ മൾട്ടിപോൾട്ട് വാൽവിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനാദ്യം നമ്മൾ കട്ട് ഓഫ് ചെയ്യണം. ഇത് കട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ. ഈ ബാക്ക് വാഷ് എന്നുള്ള 2 ഇതിലേക്ക് നമ്മൾ കൊടുന്നു കറക്റ്റായിട്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ കൊടുന്ന് വെക്കുന്നു. അതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന ഗ്രാവിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഫോഴ്സോ ഏതാണെങ്കിലും അത് നമ്മൾ തുറക്കുമ്പോൾ കാണുന്നത് ഇതിലുണ്ടാവുന്ന ചെളി, മറ്റുള്ള സാധനങ്ങൾ എല്ലാം ഡ്രൈനേജ് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മോട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ അത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ ലിവറിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇത് റിൻസ് എന്ന ഓപ്ഷൻ, 3ാമതൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് ഇതുപോലെ കൊണ്ടുവയ്ക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫിൽറ്റർ ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം വന്ന് ഈ മീഡിയ ഒരു ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടാവും. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിൻസിലേക്ക് ഇടുന്നത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ മോട്ടറിൻ്റെ പ്രഷർ ഓൺ ചെയ്യും. ക്ലിയർ ആയി കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ കളറ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ലിവർ, മൾട്ടിപോൾട്ട് ലിവർ തിരിച്ച് നമ്മൾ 1 എന്ന ഓപ്ഷനിലേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മോട്ടറിൻ്റെ പ്രഷർ ഓൺ ആക്കും. അപ്പോൾ ഈ ഫിൽറ്ററിലേക്ക് വെള്ളം വരുന്നു, ഫിൽറ്റർ ആവുന്നു, മുകളിലേക്ക് പോകും, അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. അടുത്ത സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഓപ്ഷനിലേക്ക് പോകും. അല്ല അത് ടാപ്പുകളിലേക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ ടാപ്പുകളിലേക്ക് ഡയറക്റ്റ് ഈ വെള്ളം കടന്നു പോകുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇതും ഓൺ ആയിരിക്കണം. അവിടെ കാണുന്ന ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന ആ ബോൾ വാൽവ് ഓഫ് ആയിരിക്കണം. ഈ 3 ഓപ്ഷന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് വരുന്ന വെള്ളം ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം കയറില്ല. ഇത് ഓഫാക്കി വെച്ചാൽ വെള്ളം അങ്ങോട്ട് പാസ്സാവില്ല. അപ്പോൾ 2 ഓണാക്കി വെക്കണം. ഇത് മാത്രം നമ്മൾ ഈ മൾട്ടിപോൾട്ട് ലിവർ തിരിക്കുമ്പോൾ, അതായത് ബാക്ക് വാഷ്, റിൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇത് ഓണും ഓഫ് ആക്കാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു മാനുവൽ ഒരു ജഡ്ജ്മെൻറ്റിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ നിശ്ചയിക്കുന്നത്. അത് ഈ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നോക്കുക. അതെന്ന് അറിയാം. ആദ്യം നമ്മൾ കലങ്ങിയ വെള്ളമായിരിക്കും പോവുക. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ക്ലാരിറ്റിയോട് കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാക്ക് വാഷ് എല്ലാ ചെടികളും പോയി
അത് ക്ലിയർ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ സമയത്തിന്റെ ഡ്യൂറേഷൻ അത് മാനുവലാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. ചില സ്ഥലത്ത് കണ്ടമാനം ചെളി ഉണ്ടായിരിക്കും, കണ്ടമാനം അയൺ ഉണ്ടായിരിക്കും. അങ്ങനെ സ്ഥലങ്ങൾക്ക് കുറേ സമയം കൂടുതൽ എടുക്കും, ഒരു 5-10 മിനിറ്റ് എടുക്കും. സാധാരണ അധികം പ്രശ്നമില്ലാത്ത സ്ഥലത്തേക്ക് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ബാക്ക് വാഷിന്റെ ഓപ്ഷൻ നമുക്ക് റിൻസിലേക്കും ഫിൽറ്ററിലേക്കും മാറ്റാവുന്നതാണ്. അത് ചെളിയുടെ ഇതനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അയണിന്റെ കാർഡിനനുസരിച്ചിരിക്കും അതിന്റെ ഡ്യൂറേഷനിൽ വ്യത്യാസം. അത് മാനുവലായിട്ട് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളം ഇവിടെ കാണണം എന്ന് പറയുന്ന ആവശ്യം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ബെൽ ഐക്കണും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എത്ര മോശമായ ജലമാണെങ്കിലും നമുക്കത് ഫിൽട്രേഷനിലൂടെ ശുദ്ധീകരിച്ചെടുക്കാം. ശുദ്ധജലം ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ.